ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയുന്നതിന് ഡ്രഗ് റിലേറ്റഡ് കേസസ് അധികരിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അരുണാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പണ്ടൊക്കെ ഗഞ്ചാവായിരുന്നു, എന്നാൽ അതിപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറിയിട്ടുണ്ട്. പല വെറൈറ്റീസ് ഓഫ് ഡ്രഗ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളിലാണ് ഇവർ ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല. കാരണം ഈ ഒരു കാര്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതിനെ കേസസ് ഡ്രഗ് റിലേറ്റഡ്, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആക്ടിലെ ക്രൈംസിന്റെ അല്ലെങ്കിൽ അതിലെ കേസസ് അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ വരും തലമുറക്ക് വലിയ തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുമെന്നാണ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ജസ്റ്റിസ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാർക്കോട്ടിക് ഡ്രഗ് ആക്ടിൽ ആൾക്കാരെ കസ്റ്റഡിയിൽ എടുത്തതിനാൽ അവർക്ക് ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ തന്നെ വീണ്ടും വീണ്ടും കേസസ്, അതായത് ഒരേ വ്യക്തികളിൽ ഒരുപാട് ഈ ഡ്രഗ് റിലേറ്റഡ് കേസസ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, ജാമ്യം നൽകുന്നതുകൊണ്ടാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതിന് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെ എടുക്കണം എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ബെയിൽ കൊടുക്കാൻ പാടില്ല എന്ന്. കാരണം അദ്ദേഹം ഒരു കേസ്, ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കേസിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു കേസിലെ ബെയിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണ് അദ്ദേഹം ഇതിലൂടെ ചെയ്തിട്ടുമുള്ളത്. ആളുകൾക്കുള്ള ഒരു പ്രവണതയാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത് 80% കുട്ടികളും ഇതിലേക്ക് വീഴുന്നവരാണ്, അതായത് അബദ്ധത്തിൽ പെട്ടുപോകുന്നവരാണ്. അപ്പോൾ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ സോഷ്യൽ മീഡിയയിൽ അത് അവിടെ തന്നെ നിൽക്കും കാലാകാലം. അത് ബ്ലർ ചെയ്യാതെയാണ് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോസും അവരുടെ ഫോട്ടോസും ഒക്കെ കാണാം. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫാമിലീസിനെ അറിയെങ്കിൽ ഫാമിലിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലാക്കി അവരെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കുട്ടികൾ പിന്നീട് നന്നാവണമെന്ന് വിചാരിച്ചാലും, അതായത് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയാസിൽ ഉണ്ടെങ്കിൽ നന്നാകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർക്ക് നന്നാകാൻ പറ്റില്ല. കാരണം സൊസൈറ്റി അവരെ അങ്ങനെയാണ് കാണുക. എന്നാൽ അതേസമയം ഇപ്പോൾ ഈ റാഗിങ്ങിന്റെ ഒക്കെ ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ റാഗിങ് ഒക്കെ ചെയ്യുന്നവരുടെ ഫോട്ടോസ് ഒക്കെ ബ്ലർ ചെയ്യാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരണം. കാരണം അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഡ്രഗ്സിന്റെ കാര്യത്തിൽ 80% കുട്ടികൾ ഇതിലേക്ക് പെട്ടുപോകുന്നവരാണ്, അല്ലെങ്കിൽ അവരെ പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോസും വീഡിയോസൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് വൈറലാക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ആ കുട്ടികൾ പിന്നെ ഒരിക്കലും നന്നാവാനുള്ള സാധ്യതയില്ല. എന്നാൽ അതേസമയം ഇതൊന്നും ചെയ്യാതെ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഡി അഡിക്ഷൻ സെന്ററിലാക്കി അതിനുശേഷം അവരെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടാവും. നേരെ തിരിച്ചിട്ടാണെങ്കിൽ ഈ വീഡിയോയും പോസ്റ്റേഴ്സും ഒക്കെ അവർ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇനി ജീവിക്കാനുള്ള ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ തോന്നിയ പോലെ ജീവിക്കാൻ ഉള്ള ലൈസൻസ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവർ വേറെ പല കാര്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഡ്രഗ്സിനെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് കൂട്ടായ്മയോട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിലൊരു വിജയം കണ്ടെത്താൻ ആവുകയുള്ളൂ. അതായത് പാരന്റ്സും സൊസൈറ്റിയിലെ ആളുകളും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വലിയൊരു പ്രശ്നം, ഈ ഡ്രഗ്സിന്റെ പ്രശ്നം, പ്രത്യേകിച്ചും കുട്ടികളിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്ന ഈ ഡ്രഗ്സിന്റെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അതിനെല്ലാവരും ഒത്തൊരുമയായി നിൽക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.